ദൈവവചനത്തിൽ നിന്ന് സംസാരിപ്പാനായിട്ടും എനിക്ക് ലഭിച്ച അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അവസരം നൽകിയ പ്രിയപ്പെട്ട വികാരി അച്ഛനോടും ഇടവക ചുമതലക്കാരോടുമുള്ള പ്രത്യേകമായുള്ള സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. ഇടവകയായിട്ട് എനിക്ക് നൽകിയതായുള്ള സ്വാഗതത്തിനായിട്ട് ഞാൻ നന്ദി അറിയിക്കുന്നു. ഞാനിവിടെ വന്ന പ്രത്യേകമായുള്ള സാഹചര്യവും ഉദ്ദേശമൊക്കെ അതിൽ സൂചിപ്പിച്ചുവല്ലോ. എൻ്റെ സഹോദരൻ്റെ മകൻ്റെ വിവാഹവുമായുള്ള ബന്ധത്തിലാണ് ഞാൻ ഇവിടെ വന്നത്. കഴിഞ്ഞ ദിവസം വിവാഹമൊക്കെ അനുഗ്രഹകരമായിട്ട് നടക്കുവാൻ ദൈവം സഹായിച്ചു. ഇവിടെ 2001 മുതൽ 2004 വരെ സ്റ്റാറ്റൻ ഐലൻഡിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. സെക്രട്ടറി സാറ് പറഞ്ഞപ്പം 91 ആയതേ ഉള്ളൂ. ആ കാലയളവിലും ഈ ഇടവകയിൽ എനിക്ക് വരുവാനായിട്ട് അവസരമൊക്കെ ദൈവം തമ്പുരാൻ നൽകിയിട്ടുണ്ട്. നമ്മളുടെ അല്പസമയത്തെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായിട്ട് ഞാനിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നതായുള്ള വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം, അതിൻ്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. എഫേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സസ് 22 to 24. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളായി വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. പുട്ട് ഓഫ് ദ ഓൾഡ് മാൻ ആൻഡ് പുട്ട് ഓൺ ദ ന്യൂ മാൻ. പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, പരിശുദ്ധ ദിവസത്തിൻ്റെ രാവിലെ സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് നിൻ്റെ ആലയത്തിൽ കൂടി വന്ന് അങ്ങേ ആരാധിപ്പാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും നീ നൽകിത്തരുന്ന ഈ സാവകാശത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. 2014 ആണ്ടിൻ്റെ ആരംഭ ഞായറാഴ്ച ഞങ്ങൾക്ക് ഒരുമിച്ച് നിൻ്റെ ആലയത്തിൽ കൂടി വന്ന് അങ്ങേ ആരാധിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളോട് കരുണ കാണിച്ചതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെക്കാൾ ശ്രേഷ്ഠരായിട്ടുള്ള എത്രയോ ആയിരങ്ങൾ ഈ വർഷത്തിൻ്റെ ഈ ദിവസങ്ങൾ കാണുവാൻ കഴിയാതെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ജീവനുള്ളവരുടെ ദേശത്ത് നീ ഞങ്ങളെ നിലനിർത്തിയ ദൈവത്തിൻ്റെ വലിയ കരുണയ്ക്കായിട്ട് സ്തോത്രം. ദൈവമേ, ഞങ്ങളുടെ ആരുടെയും യോഗ്യതയല്ലല്ലോ, അങ്ങയുടെ കരുണയൊന്ന് മാത്രം അതിനാധാരമെന്ന് മനസ്സിലാക്കുവാനും ഞങ്ങളെ തന്നെ പരിപൂർണമായിട്ട് അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിപ്പാനും നീ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് നിൻ്റെ വചനത്തിൻ്റെ മുൻപിലിരിക്കുന്ന ഈ സമയം തിരുവചനത്തിലൂടെ നീ ഞങ്ങളോടെന്നും സംസാരിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. വചനത്തിൽ നിന്ന് സംസാരിപ്പാൻ ബലഹീനായ അടിയനെയോടുന്ന് ശക്തീകരിക്കുകയും വചന കേൾവി ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. പുട്ട് ഓഫ് ദ ഓൾഡ് മാൻ ആൻഡ് പുട്ട് ഓൺ ദ ന്യൂ മാൻ. പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. 2014 ആണ്ടിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച നമുക്കൊരുമിച്ച് ഇപ്രകാരം ദേവാലയത്തിൽ കൂടി വന്ന് ദൈവത്തെ ആരാധിപ്പാനായിട്ട് ദൈവം നമ്മളോട് കരുണ കാണിച്ചു. 2013 നമ്മളെ വിട്ടു. 2013 വിവിധങ്ങളായുള്ള അനുഭവങ്ങളുടെയൊക്കെ മധ്യത്തിലും വ്യാപരിച്ചതായുള്ള ദൈവകൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പുതിയ വർഷത്തിൻ്റെ ആരംഭ ഞായറാഴ്ച നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുമ്പോൾ ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുന്നതായുള്ള കാര്യം പൗലോസ് അപ്പോസ്തലൻ്റെ ഈ ലേഖനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പഴയ മനുഷ്യനെ നിങ്ങൾ വിട്ടുകളയണം, പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കണം. പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ദൈവവചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതായുള്ള ഒരു നല്ല ആലോചനയായിരുന്നു പഴയതിനെ വിട്ട് പുതിയതിനെ സ്വീകരിക്കുവാനായിട്ടുള്ള വലിയൊരാഹ്വാനം. എന്താ പഴയ മനുഷ്യനിൽ ദൃശ്യമായത്? എന്താണ് പുതിയ മനുഷ്യനിൽ കാണുന്നത്? വളരെ ചുരുക്കമായിട്ട് നിങ്ങളോട് ഒരുമിച്ച് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പഴയ മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ 11 അധ്യായങ്ങളിലാണ്. അതിൽ തന്നെ നമുക്ക് ഒന്നാമത് കാണുവാനായിട്ട് കഴിയുന്നത് ദ നേച്ചർ ഓഫ് ദി ഓൾഡ് മാൻ മാനിഫെസ്റ്റഡ് ഇൻ ആഡം. ആദാമിൻ്റെ ജീവിതത്തിലാണ് പഴയ മനുഷ്യൻ്റെ ആദ്യത്തെ സ്വഭാവം
നമുക്ക് ദർശിക്കുവാനായിട്ടും മനസ്സിലാക്കുവാനായിട്ടും കഴിയും. ദൈവം ആദമിനെ വിളിച്ച് ഏദൻ തോട്ടത്തിലാക്കി. ആ ഭാഗം നമുക്കറിയാവുന്നത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ അവിടെ വളരെ വ്യക്തമായിട്ട് ദൈവം ഒരു നിർദ്ദേശം ആദമിന് നൽകിയിരുന്നു. തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്നതായുള്ള വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നുന്നതായുള്ള ദിവസം നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞു. അപ്പം ദൈവത്തിൻ്റേതായുള്ള വളരെ വ്യക്തമായുള്ള ഒരു നിർദ്ദേശം ഒരു വശത്ത്, എന്നാൽ അതിൻ്റെ മറുവശത്ത് ആദാം ചെയ്തതായുള്ള കാര്യം നാം അവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ ആദാമിൽ കാണുവാനായിട്ട് കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായുള്ള സ്വഭാവമായിട്ട് നമ്മളവിടെ മനസ്സിലാക്കുന്നത് ഡിസൊബീഡിയൻസ് ആണ്, അല്ലെങ്കിൽ അനുസരണക്കേടാണ്. അപ്പം പഴയ മനുഷ്യൻ്റെ ഒന്നാമത്തെ സ്വഭാവമായിട്ട് ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അനുസരണക്കേട്, ഡിസൊബീഡിയൻസ്. എങ്ങനെയാണ് ഡിസൊബീഡിയൻസ് ഉണ്ടാകുന്നത്? എങ്ങനെയാണ് അനുസരണക്കേട് ഉണ്ടാകുന്നത്? ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നിന്ന് നമ്മളുടെ ഇഷ്ടം അന്യപ്പെട്ടു വരുമ്പോഴാണ് പലപ്പോഴും അനുസരണക്കേട് ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്കറിയാം. നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ രണ്ട് ഇഷ്ടങ്ങൾ തമ്മിലുള്ളതായ സംഘർഷമുണ്ട്. ദൈവത്തിൻ്റേതായുള്ള ആഗ്രഹം, ദൈവത്തിൻ്റേതായുള്ള ഇഷ്ടം, അതേ സമയത്ത് തന്നെ നമ്മളുടേതായുള്ള ഇഷ്ടങ്ങളും നമ്മളുടേതായുള്ള താല്പര്യങ്ങളും. ഇത് തമ്മിലുള്ളതായ സംഘർഷമാണ് എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഈ സംഘർഷത്തിൽ പലപ്പോഴും വിജയം പ്രാപിക്കുന്നത് നമ്മളുടേതായുള്ള ഇഷ്ടങ്ങളാണ്. വലിയൊരു മനസാക്ഷി അല്ലെങ്കിൽ മനസാക്ഷി കുത്തെന്ന് പറയുന്നത് പോലെ മാനസികമായുള്ള സംഘർഷം നമ്മളുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകുമെങ്കിലും ഒടുവിൽ നമ്മളുടേതായുള്ള ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ പലപ്പോഴും വിധേയപ്പെടുന്നതായിട്ടും ദൈവ ഇഷ്ടം നമ്മൾ പലപ്പോഴും മാറ്റിവെക്കുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആദാമിൻ്റെ ജീവിതത്തിലും നമ്മൾ കണ്ടത് അത് തന്നെയാണ്. വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ നിർദ്ദേശമുണ്ട്, നീ അത് ചെയ്യരുത്. എന്നാൽ മറുവശത്ത് അതിനേക്കാൾ വലിയൊരു പ്രലോഭനം വന്നു, നീ അത് തിന്നുന്ന നാളിൽ ദൈവത്തെ പോലെ ആകും. ഇത് തമ്മിലുള്ളതായ വലിയൊരു സംഘർഷമാണ് ആദമിൻ്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടത്. എന്നാൽ ഒടുവിൽ ആദാം ദൈവത്തിൻ്റേതായുള്ള കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട്, എതിരായിട്ട് തൻ്റേതായുള്ള ഇഷ്ടത്തിന് മുൻഗണന കൊടുക്കുന്നതായിട്ടും അവിടെ അനുസരണക്കേടിൻ്റെ ഫലമായിട്ട് ദൈവസന്നദ്ധിയിൽ നിന്ന് ആദാം അന്യപ്പെടുന്നതായിട്ടും മാറുന്നതായിട്ടും നമ്മൾ വായിക്കും. അതുകൊണ്ട് പഴയ മനുഷ്യൻ്റെ ഒന്നാമത്തെ സ്വഭാവമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് അനുസരണക്കേട്. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദ നേച്ചർ ഓഫ് ദി ഓൾഡ് മാൻ മാനിഫെസ്റ്റഡ് ഇൻ കെയിൻ. കയനിലാണ് രണ്ടാമത്തേതായുള്ള സ്വഭാവം നമ്മൾ ദർശിക്കുന്നത്. ആദ്യ സഹോദരന്മാരായിരിക്കുന്ന ഹാബേലും കായീനും ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ തൻ്റെ സ്വന്തം സഹോദരനെ ഇല്ലായ്മ ചെയ്യുന്നതായുള്ള ഒരു കായീനെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അവിടെ കായീൻ്റെ സ്വഭാവമായിട്ട് അവിടെ എടുത്തു പറയുന്നത് വിദ്വേഷം, പക. പകയുടെയും വിദ്വേഷത്തിൻ്റെയും ഫലമായിട്ട് സ്വന്തം സഹോദരനെ ഇല്ലായ്മ ചെയ്യുന്നതായുള്ള ഒരു കായീനെയാണ് നമുക്ക് ആ ഭാഗത്ത് ദർശിക്കുവാനായിട്ട് കഴിയുന്നത്. ദൈവം കായീനോട് ചോദിക്കുന്നതായുള്ള ഒരു ചോദ്യമുണ്ട്, വേർ ഈസ് യുവർ ബ്രദർ? നിന്റെ സഹോദരൻ എവിടെയാ? ഉടനെ അതിന് മറുപടിയായിട്ട് തിരിച്ചൊരു ചോദ്യമാണ് കായീൻ ചോദിക്കുന്നത്, ആ മൈ ബ്രദേഴ്സ് കീപ്പർ? ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ? ഇന്ന് നാം ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മോട് ചോദിക്കുന്നതായുള്ള ഒരു ചോദ്യം കൂടെ ആയത്, വേർ ഈസ് യുവർ ബ്രദർ? എവിടെയാണ് നിൻ്റെ സഹോദരൻ? നമ്മളുടെ ഉത്തരം എന്താണ് എന്നുള്ളത് നമ്മൾ ശാന്തമായിട്ട് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പരിശോധിക്കണം. സമസൃഷ്ടങ്ങളോടുള്ളതായ നമ്മളുടെ മനോഭാവം, സഹവിശ്വാസികളോടുള്ളതായ നമ്മളുടെ മനോഭാവം, ദൈവ സ്വന്തം സ്വരൂപത്തിൽ സൃഷ്ടിച്ചതായുള്ള മറ്റുള്ളവരോടുള്ളതായ നമ്മളുടെ മനോഭാവം, ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഒക്കെ പേരിൽ ഓരോ ദിവസവും പീഡനങ്ങളും അങ്ങനെയുള്ളതായ സംഘർഷങ്ങളും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഇന്ന് കൊട്ടേഷൻ കൊടുത്ത് ആളുകളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും വന്നിട്ടുള്ളതായ ഭാരതത്തിൽ, കേരളത്തിലൊക്കെ ഇന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന വലിയൊരു പ്രത്യേകതയാണ് നിസ്സാര വിഷയങ്ങളുടെ പേരിൽ പോലും ആളുകളെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് തയ്യാറാകുന്നതായുള്ള ഒരു സ്ഥിതിവിശേഷം.
ഇവിടെ രണ്ടാമതാ നമ്മൾ പഴയ മനുഷ്യൻ്റെ സ്വഭാവം അവിടെ ദർശിക്കുകയാണ്. പകയുടെയും വിദ്വേഷത്തിൻ്റെയും പ്രതീകമായിട്ടാണ് ഈ പഴയ മനുഷ്യനെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. രാഷ്ട്രീയ വൈരാഗ്യങ്ങളുടെ പേരിലും കുടുംബ വഴക്കുകളുടെ പേരിലും വ്യക്തിവിരോധങ്ങളുടെ പേരിലും എത്രയോ ജീവിതങ്ങൾ ഈ നാളുകളിൽ കേരളത്തിൽ പൊലിഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് പഴയ മനുഷ്യൻ്റെ സ്വഭാവമായിട്ട് ഇവിടെ കയീനിൽ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്നത് വിദ്വേഷത്തിൻ്റെയും പകയുടെയും ആ ഒരു സ്വഭാവമാണ്. മൂന്നാമതായിട്ട് പഴയ മനുഷ്യൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നേച്ചർ ഓഫ് ദി ഓൾഡ് മാൻ മാനിഫെസ്റ്റഡ് ഇൻ ബാബേൽ കമ്മ്യൂണിറ്റി. ബാബേൽ സമൂഹത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ആരംഭ വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ അവർ പറയുന്നു, നമുക്കൊരു പേരുണ്ടാക്കാം. അതിനുവേണ്ടി അവർ വലിയൊരു ഗോപുരം പണിയുകയാണ്. പേരുണ്ടാക്കാനായിട്ട്, പേരിന് വേണ്ടി എത്രയോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇവിടെ തയ്യാറാകുന്നത്. അവർ പറയുന്നുണ്ട്, ഇന്ന് വരെ ആരും ഉണ്ടാക്കിയിട്ടില്ലാത്തതായുള്ള ഒരു വലിയ ഗോപുരം, ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിഗളിച്ചതായുള്ള ഒരു കൂട്ടം ജനത. അതുകൊണ്ട് പഴയ മനുഷ്യൻ്റെ സ്വഭാവമായിട്ട് മൂന്നാമതായിട്ട് ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അഹങ്കാരം അഥവാ പ്രൈഡ്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിഗളിച്ച അനേകരെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഒരാളുടെ ഉദാഹരണം മാത്രം പറഞ്ഞ് ഞാൻ പോവുകയാണ്. 2 ദിനവൃത്താന്തം 26-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഉസ്സിയ എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ച് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത് വളരെ ചെറുപ്രായത്തിലെ തന്നെ രാജാവായ ഉസ്സിയ രാജാവ് 16-ാമത്തെ വയസ്സിൽ അവൻ രാജാവായി. 52 സംവത്സരക്കാലം അവൻ രാജാവായിട്ട് വാണു. അതിൻ്റെ ആരംഭവാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് അവൻ ദൈവത്തെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകിയെന്ന. എന്നാൽ അതിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നാം അവിടെ വായിക്കുന്നത് അവൻ ബലവാനായി തീർന്നപ്പോൾ അവൻ്റെ നാശത്തിനായിട്ട് അവൻ്റെ ഹൃദയം നിഗളിച്ചു എന്ന് നമ്മൾ വായിക്കും. അവൻ ബലവാനായി എന്ന് അവന് തോന്നിയപ്പോൾ അവൻ്റെ ഹൃദയം അവൻ്റെ നാശത്തിനായിട്ട് നിഗളിച്ചു എന്ന് നാം വായിക്കും. എപ്പോഴാണ് നിഗളമുണ്ടാകുന്നത്? എപ്പോഴാണ് അഹങ്കാരമുണ്ടാകുന്നത്? ഞാൻ എന്തൊക്കെയോ ആയി, ഞാൻ ആരൊക്കെയോ ആണ് എന്നുള്ള ഒരു ചിന്ത നമ്മളെ ഭരിക്കുമ്പോഴാണ്, ആ ഒരു ചിന്തയ്ക്ക് ഞാനും നിങ്ങളും അടിമപ്പെടുമ്പോഴാണ് പലപ്പോഴും നിഗളം അഥവാ അഹങ്കാരം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയാകുന്നത്. അതുകൊണ്ട് പഴയ മനുഷ്യൻ്റെ സ്വഭാവമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അഹങ്കാരം അഥവാ പ്രൈഡ്. ഈ 3 സ്വഭാവങ്ങളാണ് പഴയ മനുഷ്യൻ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിഞ്ഞത്. ഒന്നാമത് നമ്മൾ കണ്ടു ഡിസൊബീഡിയൻസ്, 2 ഹേറ്റ്രഡ്, 3 പ്രൈഡ്, അനുസരണക്കേട്, വിദ്വേഷം, അതുപോലെ തന്നെ അഹങ്കാരം. പൗലോസ് അപ്പോസ്തലൻ എഫേസ്യയിലെ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുകയാണ്, പഴയ മനുഷ്യൻ്റെ ഈ സ്വഭാവങ്ങളെ നിങ്ങൾ വിട്ടുകളയണം. പുതിയൊരു വർഷത്തിലേക്ക് പ്രിയരെ നമ്മൾ പ്രവേശിക്കുമ്പോൾ ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുന്നതും അത് തന്നെയാണ്. പഴയ മനുഷ്യൻ്റെ ഈ സ്വഭാവങ്ങൾ നമുക്കൊക്കെ കുറേയൊക്കെ കാണും. അനുസരണക്കേട് കാണാം, അഹങ്കാരം കാണാം, പകയും വിദ്വേഷവും കാണാം. ഇതിനൊക്കെ ഞാനും നിങ്ങളും പലപ്പോഴും അടിമപ്പെട്ടു പോകുന്നവരാണ്. എന്നാൽ പുതിയൊരു വർഷത്തിലേക്ക് ദൈവം നമ്മളെ പ്രവേശിപ്പിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഈ പഴയ മനുഷ്യൻ്റെ സ്വഭാവങ്ങളെ വിട്ടുകളഞ്ഞിട്ട് പുതിയ മനുഷ്യൻ്റെ സ്വഭാവത്തെ ധരിക്കുവാനായിട്ട് കഴിയണം. ഒന്ന് വിടുമ്പോൾ മറ്റൊന്ന് സ്വീകരിക്കണം. അത് ജീവിതത്തിൻ്റെ ഒരു പൊതു പ്രമാണമാണ്. അപ്പോൾ പഴയ മനുഷ്യനെ നമ്മൾ ഉരിഞ്ഞു കളയുമ്പോൾ പുതിയ മനുഷ്യനെ നമ്മൾ ധരിക്കുകയാണ്. ആരാ പുതിയ മനുഷ്യൻ? കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ് ഈ പുതിയ മനുഷ്യനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്താ പുതിയ മനുഷ്യനിലെ കാണുന്ന പ്രത്യേകത? പഴയ മനുഷ്യനിൽ അനുസരണക്കേട് നമ്മൾ ദർശിക്കുമ്പോൾ പുതിയ മനുഷ്യനിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ക്രൂശിലെ മരണത്തോളം ഏൽപ്പിച്ചു കൊടുക്കുന്നതായുള്ള അനുസരണത്തിൻ്റെ ഉടമയായിട്ടാണ് കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഗത്സമനയുടെ അനുഭവം നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് പിതാവിൻ്റെ ഇഷ്ടത്തിനായിട്ട് തന്നെ പരിപൂർണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നതായുള്ള
ഒരു കർത്താവിനെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് പഴയ മനുഷ്യൻ അനുസരണക്കേടിൻ്റെ പ്രതീകമായിരുന്നെങ്കിൽ പുതിയ മനുഷ്യനായിരിക്കുന്ന കർത്താവിൽ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്നത് അനുസരണത്തിൻ്റെ ഏറ്റവും ഉന്നതമായുള്ള മാതൃകയാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്, ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു എന്ന് നമ്മൾ വായിക്കും. അതുകൊണ്ട് ഈ പുതിയ മനുഷ്യനെ നമുക്ക് ധരിക്കുവാനായിട്ട് കഴിയണം. പുതിയ വർഷത്തിൽ കർത്താവിൻ്റെ ആ വലിയൊരു സ്വഭാവം, പിതാവായ ദൈവത്തെ അനുസരിക്കുവാനായിട്ട് പുത്രൻ കാണിച്ചതായുള്ള ആ വലിയൊരു മാതൃക ഈ പുതിയ വർഷത്തിൽ നമ്മളുടെ ജീവിതത്തിൽ അത് നമ്മൾ അനുവർത്തിക്കുവാനായിട്ടാകുന്നു ദൈവത്തിൻ്റെ വചനം നമ്മളോട് ആവശ്യപ്പെടും. രണ്ടാമതായിട്ട് പുതിയ മനുഷ്യനായിരിക്കുന്ന കർത്താവിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, പഴയ മനുഷ്യനിൽ വിദ്വേഷവും പകയുമാണ് കണ്ടത് എങ്കിൽ പുതിയ മനുഷ്യനിൽ നമ്മൾ കാണുന്നു സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായുള്ള മാതൃകയാണ്. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് നൽകി മനുഷ്യവർഗത്തോടുള്ളതായ സ്നേഹം വെളിപ്പെടുത്തി. എന്നാൽ ഈ മകൻ തന്നെ തന്നെ ലോകത്തിന് നൽകുന്നതിലൂടെ മനുഷ്യവർഗത്തോടുള്ളതായ തൻ്റെ സ്നേഹം ഒരിക്കൽ കൂടെ വെളിപ്പെടുത്തുകയാണ്. തന്നെ തന്നെ നൽകി മറ്റുള്ളവരെ സ്നേഹിച്ചതായുള്ള കർത്താവ്, സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായുള്ള മാതൃക. അതിനപ്പുറത്ത് ഒരു സ്നേഹമില്ല. ഇന്ന് മാനുഷികമായിട്ട് നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മളുടെ ജീവൻ കൊടുത്തുള്ള സ്നേഹമൊന്നും നമുക്ക് സാധ്യമല്ല. നമ്മൾ സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കാം, ശാരീരികമായിട്ടുള്ള ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. എന്നാൽ ജീവൻ കൊടുത്ത് സഹായിക്കാനും മാത്രമുള്ള സ്നേഹം ഇന്ന് ഒരാൾക്കുമില്ല. മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ പ്രിയപ്പെട്ടവർക്കോ പലപ്പോഴും അതിന് സാധ്യമല്ല എന്നുള്ളത് ജീവിത അനുഭവത്തിലൂടെ നമുക്ക് പറയുവാനായിട്ട് കഴിയും. എന്നാൽ അവിടെ തൻ്റെ തന്നെ ജീവൻ നൽകി നമ്മളെ സ്നേഹിച്ചതായുള്ള കർത്താവിൻ്റെ വലിയൊരു മാതൃകയാണ് കർത്താവ് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ പുതിയ മനുഷ്യനെ പുതിയ വർഷത്തിൽ ധരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. കർത്താവായ യേശു ക്രിസ്തുവിൽ കണ്ടതായുള്ള അനുസരണത്തിൻ്റെ ആ വലിയ മാതൃക, കർത്താവായ യേശു ക്രിസ്തുവിൽ ദർശിച്ചതായുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായുള്ള മാതൃക, അത് ധരിക്കുവാനായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ എഫേസ്യയിലെ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നത്. മൂന്നാമതായിട്ട്, പകയുടെയും വിദ്വേഷത്തിൻ്റെയും പ്രതീകമാണ് പഴയ മനുഷ്യനെങ്കിൽ പുതിയ മനുഷ്യനിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് വിനയത്തിൻ്റെതായുള്ള ആ വലിയൊരു മാതൃകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ശിഷ്യന്മാരുടെ ഇടയിൽ വലിയൊരു തർക്കമുണ്ടായി. ആരാണ് ഞങ്ങളിൽ വലിയവൻ? ആരാണ് ഞങ്ങളിൽ വലിയവൻ? ആ ഒരു തർക്കം വർദ്ധിച്ചു വന്നപ്പോൾ കർത്താവ് അവരെ പഠിപ്പിച്ചതായുള്ള വലിയൊരു മാതൃകയുണ്ട്. കർത്താവ് പറഞ്ഞു, ശുശ്രൂഷ ഏൽക്കുന്നതല്ല, അതിനപ്പുറമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായുള്ള മാതൃക. ഇത് പറഞ്ഞാൽ തൻ്റെ ശിഷ്യന്മാരുടെ കാലുകളെ കഴുകുന്നതായുള്ള കർത്താവിൻ്റെ ആ വലിയൊരു മാതൃക, വിനയത്തിൻ്റെ ഏറ്റവും ഉന്നതമായുള്ള ഒരു മാതൃക. ഈ പറഞ്ഞതായുള്ള 3 സ്വഭാവ ഗുണങ്ങളാണ് പുതിയ മനുഷ്യനിൽ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്നത്. അനുസരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിനയത്തിൻ്റെയും ആ വലിയൊരു മാതൃക. പൗലോസ് അപ്പോസ്തലൻ എഫേസ്യയിലെ വിശ്വാസികളോട് പറയുന്നു, നിങ്ങൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കണം. അനുസരണക്കേടും അഹങ്കാരവും വിദ്വേഷവും പകയും നിങ്ങളുടെ ഇടയിൽ നിന്ന് മാറ്റിക്കളഞ്ഞ് അനുസരണമുള്ളവരായി, സ്നേഹമുള്ളവരായി, വിനയമുള്ളവരായി പുതിയ വർഷത്തിൽ ജീവിക്കുവാനായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇന്ന് നമ്മൾ സുവിശേഷ വേദഭാഗമായിട്ട് വായിച്ച ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളാണ്. അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്, കർത്താവിനെ ദർശിച്ചതായുള്ള വിദ്വാൻമാർ വേറെ വഴിയായി കടന്നുപോയി എന്ന് നമ്മൾ വായിക്കുന്നു. എന്താ അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? കർത്താവിനെ ദർശിച്ചതായുള്ള ഒരു വ്യക്തി, കർത്താവിനെ കണ്ടതായുള്ള ഒരു വ്യക്തി അവൻ്റെ ജീവിത യാത്രയിൽ, അവൻ്റെ യാത്രാ പദത്തിലൊക്കെ വ്യത്യാസമുണ്ടാകും എന്നുള്ളത് സൂചിപ്പിക്കും. അവൻ പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ കർത്താവിനെ കണ്ടുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ പുതിയ പാതയിലൂടെ നമുക്ക് സഞ്ചരിക്കുവാനായിട്ട് കഴിയണം. കോപത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അനുസരണക്കേടിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഒക്കെ സ്വഭാവം വിട്ട്
കർത്താവായ യേശു ക്രിസ്തുവിൽ കണ്ടതായുള്ള സ്നേഹത്തിൻ്റെയും അനുസരണത്തിൻ്റെയും അതുപോലെ തന്നെ വിനയത്തിൻ്റെയും ആ ഒരു സ്വഭാവത്തിൻ്റെ ഉടമകളായിട്ട് ഈ ലോകത്തിൽ ജീവിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് എഫേസ്യയിലെ വിശ്വാസികളെ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നതായുള്ള ഈ പ്രബോധനം, പ്രിയരെ, ഈ പുതിയ വർഷത്തിൻ്റെ ആരംഭ ഞായറാഴ്ച ദൈവവചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതായുള്ള പ്രബോധനമാണ്. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അപ്രകാരം പുതിയ മനുഷ്യനെ ധരിച്ച് പുതിയ മനുഷ്യനിൽ വിളങ്ങിയതായുള്ള അനുസരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിനയത്തിൻ്റെയും ആ മാതൃക സ്വീകരിച്ച് കർത്താവിൻ്റെ ഉത്തമ സാക്ഷികളായിട്ട് ഈ നാളുകളിൽ ഈ ലോകത്തിൽ ജീവിപ്പാൻ ദൈവമേ, നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.